എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്താന്ന് വെച്ചാൽ, ഇന്ന് ന്യൂ മൂൺ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഇമോഷൻസ്, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരും തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. സാരമില്ല കേട്ടോ. ന്യൂ മൂൺ കഴിഞ്ഞ് കുറച്ച് 1-2 ദിവസം അപ്പുറം പോകുമ്പോഴത്തേക്കും മൂഡ് സ്വിങ്സ് ശരിയായിക്കോളും. ഓക്കെ, അതുവരെ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് അജിറ്റേഷൻസ് കൂടുതലായതുപോലെ തോന്നും. മനഃശാഞ്ചല്യം കുറച്ച് കൂടുതലായതുപോലെ തോന്നും. സാരമില്ല കേട്ടോ. സോ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്, നിങ്ങൾക്കായിട്ട് ചിന്തകളിൽ എന്താണ്, നിങ്ങൾക്കായിട്ട് അവരുടെ ഇൻറ്റൻഷൻസ് എന്താണ്, അവർ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മുന്നോട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇത് രണ്ടും തന്നെ നോക്കാം. ഓക്കെ, സോ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായി റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി ഈ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ന്യൂട്രലായി നിന്ന് മാത്രം ഈ റീഡിംഗ് കാണുക. ഓക്കെ, ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം വേണമെങ്കിൽ കേട്ടോ. അതേപോലെ പേഴ്സണൽ റീഡിംഗ് അറിയാത്തവർക്കായിട്ട് പറയാണ്. 99% ആൾക്കാർക്ക് അറിയായിരിക്കും, ഒരു ചില ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് പറയാണ്, പേഴ്സണൽ റീഡിംഗ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കുന്ന റീഡിംഗ് ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് ചെയ്യുന്ന റീഡിംഗ് അല്ല. ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ലൈവിൽ വരുമ്പോഴാണ് കേട്ടോ. ലൈവ് മോളുടെ എക്സാംസ് ആയതുകൊണ്ടാണ് സമയം കിട്ടാതിരുന്നത്. ഇനിയിപ്പോൾ 1-2 ദിവസത്തിൽ എക്സാംസ് കഴിയും. അതോടുകൂടി ഞാൻ ഫ്രീ ആവും. നെക്സ്റ്റ് വീക്കോടുകൂടി ഞാൻ ഒരുവിധം ഫ്രീ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കഴിയുന്നതും ലൈവ് വരാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഇപ്പോഴുള്ള ചിന്തകളിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ് കാണുന്നത്? വാട്ട് ഈസ് ഇൻ ദർ കറണ്ട് തോട്ട്സ്? വാട്ട് ഈസ് ഇൻ ദർ കറണ്ട് തോട്ട്സ് ഫോർ മൈ വ്യൂവേഴ്സ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തിയുടെ ചിന്തകളിൽ അവർക്കായിട്ട് ഇപ്പോഴുള്ള ചിന്തകൾ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ചിന്തകളിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് പറഞ്ഞത്? നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം, പേര് മനസ്സിൽ കൊണ്ടുവരിക കേട്ടോ. കൂടുതലായിട്ട് കണക്റ്റ് ആവും. എടുക്കട്ടെ. പേജ് ഓഫ് സ്വാർഡ്സ്, ഓക്കെ, ചാരിയറ്റ്, വീൽ, 2 of wands, fool, ace of cups, 7 of swords, 4 of cups, 2 of swords, lovers, wow, ace of swords, queen of pentacles, page of pentacles, bottom of the deck. What is queen of pentacles divine? ക്ലാരിഫൈ ചെയ്യൂ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരൂ ഡിവൈൻ. പേജ് ഓഫ് കപ്സ്, ഓക്കെ. അവിടെ എത്തുമ്പോൾ മനസ്സിൽ വരും അതെന്താണെന്നുള്ളത്. എനിക്കിപ്പോഴും അത് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. നോക്കാം, പറഞ്ഞു വരുമ്പോൾ ശരിയാവും. പേജ് ഓഫ് സോർട്സ് വെച്ച് ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ, കൂടുതലായും ഓൺലൈൻ സ്റ്റോക്കിംഗ് ഇവർ നിങ്ങളെ സംബന്ധിച്ച് ചെയ്യുന്നതായിട്ടും കാണുന്നു. അതായത് നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതലായും എന്താ പറയുക, ഓൺലൈൻ വഴി ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാവുക കേട്ടോ. ചാറ്റ് വഴി അങ്ങനെയൊക്കെ. കാരണം ലോങ് ഡിസ്റ്റൻസ് കാണുന്നു. അതുകൊണ്ട് എന്നും കണ്ട് സംസാരിക്കൽ പോസിബിൾ ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഓൺലൈൻ ത്രൂ കോണ്ടാക്ട് നിലനിർത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതേപോലെ ചാരിയറ്റ് വെച്ചിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. യാത്ര ചെയ്ത് വന്ന് വേണം നിങ്ങളെ കാണാൻ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് അവരെ ബോദർ ചെയ്യുന്നു, അതും അവർ ആലോചിക്കുന്നുണ്ട്.
യാത്ര ചെയ്ത് വേണമല്ലോ നിങ്ങളെ വന്ന് കാണാൻ, വിചാരിക്കുന്ന സമയത്ത് വന്ന് കണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം അവർക്കുള്ളതായിട്ട് അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. സമയം വേറെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ സമയം മാറി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 2 ഓഫ് വാൻഡ്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസും കാണുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ലൈഫിലുള്ള മൂന്നാമത്തെ ആളുടെ കൂടെ ആയിരിക്കും ആ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നുണ്ടാവുക. അവരതിനെപ്പറ്റി ചിന്തിക്കുകയാണ്, അവിടെ ഒരു കുടുംബം ഉണ്ടാവാം, അവിടെ നിങ്ങൾ സ്റ്റക്കാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർ നിങ്ങളെ സ്നേഹിച്ചത്. അതിനെപ്പറ്റി അവർ ചിന്തിക്കുകയാണ്, ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറി എപ്പോഴാണെന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കുക, മനസമാധാനം എപ്പോഴാണ് കിട്ടുക, എപ്പോഴാണ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാട് സ്നേഹമാണ്, എന്തൊക്കെ തടസ്സങ്ങൾ അവിടെ ഉണ്ടെങ്കിലും 7 ഓഫ് സോർട്സ് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിട്ട് അവർക്ക് പോവേണ്ടുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, കാരണം തേർഡ് പാർട്ടി അവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും, നിങ്ങളെ വിട്ടു പോകേണ്ട സിറ്റുവേഷൻ ആയാൽ പോലും അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്, ഓവർവെൽമിങ് സ്നേഹമായിട്ടാണ് കാണുന്നത് കേട്ടോ. 4 ഓഫ് കപ്സ് വെച്ച് ഈ സമയം, നിങ്ങളിത് കാണുന്ന സമയം അവർ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. ക്രോസ് റോഡ് സിറ്റുവേഷൻസിൽ രണ്ട് സൈഡിലും തന്നെ നിങ്ങളുടെ ഭാഗത്തും തേർഡ് പാർട്ടി ഉള്ളതായിട്ടും അവരുടെ സൈഡിൽ തേർഡ് പാർട്ടി ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതായത് രണ്ടുപേരും തന്നെ സെപ്പറേറ്റ്ലി മാരീഡ് ആയിരിക്കാൻ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ആ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ സ്നേഹം മനസ്സിൽ നിന്ന് കളയാനും സാധിക്കുന്നില്ല, കാരണം നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് വിശ്വസിക്കുന്നു. ഓക്കെ, വല്ലാത്ത സ്നേഹം നിങ്ങളോട് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് വെച്ചിട്ട് അവരുടെ ഫീലിങ്സിനെ പറ്റി അവർക്ക് എന്തെങ്കിലും തരം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൺഫ്യൂഷൻ അവർക്ക് ഇപ്പം ഇല്ല. അവർക്ക് അവരുടെ ഫീലിങ്സിനെ പറ്റി നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ടും ജോബ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സ്നേഹം മനസ്സിലുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കൂടുതലായും നിങ്ങൾ ചാറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈൻ ചാറ്റ് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവിടെയും നിങ്ങൾ കൂടുതലായിട്ടും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ജോലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ഉള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് കൂടുതലായും കാണുന്നത്. അതായത് ഒരു ലവ് ചാറ്റിംഗ് അവിടെ കാണുന്നില്ല, മനസ്സിലായില്ലേ? വളരെ ഫോർമൽ ആയിട്ടുള്ള കോർഡിയൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ കാണുന്നത്. പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളും അവരുമായി എന്നും ഒരു കണക്ഷൻ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആയാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം. ഈവൻ ഓൺലൈൻ ആയാൽ പോലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് എപ്പോഴും വേണം എന്ന് അവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. വീണ്ടും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അതിനെപ്പറ്റി ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ വീണ്ടും ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി തരൂടി വാൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ തോട്ട്സിൽ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സിൽ അവരെ കുറിച്ച് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ്. ഹൈ പ്രീസ്റ്റസ്, നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് അവർ എന്താ പറയുക, ഒരു മിസ്റ്റീരിയസ് എനർജിയിലാണ് ഫീൽ ചെയ്യുന്നത്. അതായത് അവരുടെ ഫീലിങ്സ് പറഞ്ഞു കാണും, പക്ഷേ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് അവർക്ക് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, നിങ്ങളൊരു മിസ്റ്ററി പേഴ്സൺ ആണ് എന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ പേഴ്സണോ ടാരോ കൂടുതലായിട്ട് കാണുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ടാരോമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം കേട്ടോ. അതായത് ഇവർക്കിപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇവർ ആശ്രയിക്കുന്നത് ടാരോയാണ് എന്ന് ചുരുക്കത്തിൽ. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റി അവർക്ക് ടോട്ടൽ ഒരു മിസ്റ്ററിയാണ്, ഒരു മിസ്റ്ററി പോലെയാണ് അവർക്ക് തോന്നുന്നത് കേട്ടോ.
അങ്ങനെ കാണുന്നു. അതേപോലെ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ആസ്ട്രോളജി, ന്യൂമറോളജി, ടാറോ റീഡിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരുപാട് ടാറോ ഒറ്റ ദിവസത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒരു ടാറോ റീഡറൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷേ അല്ല, നിങ്ങൾ വെറുതെ ടാറോ റീഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസത്തിൽ 10, 12 റീഡിംഗ് ഒക്കെ ജനറൽ റീഡിംഗ് ആയാലും കാണാറുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് ഇത്തിരി കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരൂ. 2 ഓഫ് കപ്സ്, നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണം, നിങ്ങളെ കാണണം എന്ന് നിങ്ങളുടെ പേഴ്സൺ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണുമ്പോൾ എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒന്ന് ഷഫിൾ ചെയ്തിട്ട് എടുക്കാമേ, കാർഡ്സ് ഒന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. 8 ഓഫ് വാൻഡ്സ്, വീണ്ടും കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, തമ്മിൽ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ വിശ്വാസത്തിൽ അതൊരു പരസ്പര സ്നേഹമാണ്, അതങ്ങനെയാണെന്നൊരു കൺഫർമേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തീർച്ചയായും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നു. 4 ഓഫ് സോർട്സ് വെച്ചിട്ട് ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ് വളരെയധികം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറക്കം കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥയിൽ കൂടി അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ന്യായപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിതീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ചെയ്യുന്നത് എന്തായാലും അത് മറ്റൊരാൾക്ക് അന്യായമായി വരരുത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? കാരണം എന്താണ്, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ രണ്ട് സൈഡിലും കാണുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ന്യായപ്രകാരമുള്ള കാര്യം മാത്രം ചെയ്യണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. 6 ഓഫ് വാൻഡ്സ് വെച്ച് വളരെയധികം പ്രാർത്ഥിക്കുന്നതായിട്ടും ഹീലിംഗ് ചെയ്യുന്നതായിട്ടും, മെഡിറ്റേഷൻസ്, ഹീലിങ്സ് അങ്ങനെയെല്ലാം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഭഗവാനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മാനിഫെസ്റ്റേഷൻസ്, ഒരുപാട് പ്രാർത്ഥനകൾ, നാമജപം അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്കായിട്ടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തന്നെ കാണുന്നു. ആസിറ്റീസ് ഒരു മതിൽ കെട്ടി അതിൻ്റെ അപ്പുറം നിൽക്കുന്ന പോലെയാണ്, സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് അവർ നിൽക്കുന്ന പോലെയാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് അത് ഒഫീഷ്യൽ മാത്രമായിട്ട് നിലനിന്ന് പോകുന്നതായിട്ട് കാണുന്നത്. അവർ പരമാവധി അവരെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം നിങ്ങളുടെ ഭാഗം എന്താണെന്ന് അവർക്ക് ക്ലാരിറ്റി ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ പല ന്യായപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ അവർ സ്വയം ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നു. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളെ പ്രതി വളരെയധികം സ്നേഹം, റെസ്പെക്റ്റ്, അതോടൊപ്പം അട്രാക്ഷൻ എല്ലാം തന്നെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ചിന്തകളിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അവരുടെ മനസ്സിലും ചിന്തകളിലും കേട്ടോ. നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം അവർ തന്നിട്ടുണ്ട്. അത് അവരുടെ ലൈഫ് ലോങ് അത് അവിടെ തന്നെ നിൽക്കും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് നിങ്ങൾക്കായിട്ട്. പിന്നെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ്, അവരെന്ത് ഉദ്ദേശിച്ചാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് ഉദ്ദേശിച്ചാണ് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ വന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് ഉദ്ദേശിച്ചാണ് അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് ഉദ്ദേശിച്ചാണ് അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്, വ്യൂവേഴ്സുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നത് ഉള്ള ഉദ്ദേശം എന്താണ് എന്ന് കാണിച്ചു തരും. ഒരേരു ഷഫിൾ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്തായിരുന്നു, അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നതിൻ്റെ പുറകിലുള്ള ഇൻറ്റൻഷൻസ് എന്താണ്. ഡെവിൾ, Ace of Cups, 4 of Pentacles, Wheel of Fortune, 9 of Cups. Wow. 4 of Wands, very nice. Chariot, 2 of Cups,
ഇന്റൻഷൻസിൽ ഇനി എന്ത് വേണം? ഡെത്ത്, 4 ഓഫ് കപ്സ്, 2 ഓഫ് പെൻഡക്കിൾസ്, ജസ്റ്റിസ്, 10 ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നതിൻ്റെ ഇന്റൻഷൻ, ഉദ്ദേശം എന്താ വെച്ചാൽ അവർക്ക് നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ കേട്ടോ. എന്തോ ഒരു എത്ര നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ശ്രമിച്ചാലും അവർക്കതിന് സാധിക്കാത്ത ഒരു സിറ്റുവേഷനിൽ പോയതുപോലെ ബൂമറാങ് പോലെ തിരിച്ചു വരിക പറയില്ലേ, അതുവരെ പോയി തിരിച്ചു വന്നു. ആ ഒരു രീതിയിൽ ഒരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളെ പ്രതി ഫീൽ ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ചൊരു അഡിക്ഷൻ പോലെ, ഓക്കെ, നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത ഒരു ചങ്ങലക്കിട്ട് പരസ്പരം കെട്ടിയതുപോലെ ഒരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് നിങ്ങളെ വിട്ടു പോകാൻ അവർ ശ്രമിച്ചാലും അവർക്ക് സാധിക്കില്ല. മനസ്സിലായോ? സ്നേഹമാണ്, അമിതമായ സ്നേഹമാണ് ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട്. അതിസ്നേഹം, എന്താ പറയുക, ഓവർവെൽമിങ് സ്നേഹം എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി സ്നേഹമാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യുന്നത്. 4 ഓഫ് പെൻഡക്കിൾസ് വെച്ച് പലപ്പോഴും അവരത് എക്സ്പ്രസ് ചെയ്യാതെ, അത്ര തീവ്രതയിൽ എക്സ്പ്രസ് ചെയ്യാതെ ആ ഫീലിങ്സ് അവർ മനസ്സിൽ അടക്കി പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കതൊരു ബോധറേഷൻ ആവരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹം ഒരു ബേർഡൻ ആവരുത് എന്നുള്ള ചിന്തയിൽ ആ സ്നേഹം, അവർ അതിതീവ്രമായ സ്നേഹം മനസ്സിൽ അടക്കി പിടിക്കുകയാണ്. ഓക്കെ, അത്ര തീവ്രതയിൽ അവരത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷെ നിങ്ങളെ പ്രതി ഹൈലി പൊസസീവ് ആണ് ഇവർ. നിങ്ങളെ മറ്റൊരാളുടെ കൂടെ കാണുന്നു എന്ന് ഇവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ഒന്ന് സംസാരിക്കുന്ന കണ്ടാൽ പോലും ഇവർക്ക് ജലസായിട്ട് ഫീൽ ചെയ്യും. നിങ്ങളെ പ്രതി പ്രൊട്ടക്റ്റീവ് ആണ്, നിങ്ങൾക്ക് അപകടമൊന്നും പറ്റരുത്, നിങ്ങളെ സേഫായിട്ട് വെക്കണം എന്നുള്ള, നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി ഇവർ ബോധർ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ബോധേഡാവുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം വളരെ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നും അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണെന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങളെപ്പോലുള്ള ഒരാളെ അവർ ലൈഫിൽ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർക്ക് ജീവിതത്തിൽ അങ്ങനെ പറയത്തക്ക പ്രോബ്ലംസോ, അവർ ഹാപ്പി ആണ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, പക്ഷേ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് എപ്പോഴും ആ ലൈഫിൽ ഉണ്ട്. നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ വരും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. 4 ഓഫ് വാൻഡ്സ് വെച്ച് തീർച്ചയായും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. അത് റൊമാൻറ്റിക് ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, ലൈഫിലാവട്ടെ, ഒരുമിച്ചൊരു കല്യാണം, ജീവിതം, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. അവരുടെ അതിതീവ്രമായ ആഗ്രഹം അതാണ്. നിങ്ങളുമായിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ചാരിയറ്റ് വെച്ച് ഒരു ഉറച്ച തീരുമാനം എടുക്കണം നിങ്ങൾക്കായിട്ട്. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ കാണണം, സംസാരിക്കണം. 2 ഓഫ് കപ്സിൻ്റെ എനർജി, സ്നേഹം പങ്കുവെക്കണം എന്നൊക്കെ തന്നെ അവർ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകാനോ ഒരു തമാശയ്ക്കായിട്ടോ അല്ല അവർ ആ സ്നേഹബന്ധം ഉണ്ടാക്കിയത്. അവരുടെ ആ ഫീലിംഗ് എന്താ പറയുക, അതിതീവ്രമായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഡെത്ത് വെച്ചിട്ട് എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു അവസാനം കണ്ടിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. എന്ത് സിറ്റുവേഷൻ ആയാലും അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. 4 ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ഇവർ വല്ലാതെ നിങ്ങളെ മിസ് ചെയ്യാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. 2 ഓഫ് പെൻഡക്കിൾസ് വെച്ച് ജഗ്ലിംഗ് സിറ്റുവേഷൻസ് ലൈഫിലുണ്ട്. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു ഫാമിലിയുടെ സാന്നിധ്യം, ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ ആ സ്പൗസ്, കുട്ടികൾ, അല്ലെങ്കിൽ പാരൻസ്, ഇത് രണ്ട് സൈഡിലും ആവാം. ഓക്കെ, അത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജഗ്ലിംഗ് അവിടെ വരുന്നത്. ന്യായപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് നിങ്ങളുടെ. ഓക്കെ, അവർക്ക് അന്യായമായിട്ടുള്ളത് പ്രവർത്തിക്കാൻ പ്രയാസമാണ്. ആരെയും വേദനിപ്പിക്കുന്നതോ ആരെയും സങ്കടപ്പെടുത്തുന്നതോ അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, അതുകൊണ്ടുകൂടിയാണ് ഈ ജഗ്ലിംഗ് എനർജി അവിടെ വരുന്നത്. എന്നാൽ അതിതീവ്രമായ സ്നേഹം നിങ്ങളെ പ്രതി കാണിക്കുന്നുമുണ്ട് കേട്ടോ. 10 ഓഫ് പെൻഡക്കിൾസ് വെച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിയുടെ പ്രസൻസ് അവിടെ തീർച്ചയായിട്ടും കാണുന്നു. അവരുടെ ഇൻറ്റൻഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഇത് പാരൻ്റൽ പ്രഷറൊക്കെയാണ് അവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ കരുതുന്നുണ്ട്. ഇനി അഥവാ അവിടെ ഒരു സ്പൗസ്, കുട്ടികൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ചെയ്ത് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഫാമിലി അവിടെ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ പാരലൽ ആയിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ
നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയത്. ആസ് ഇറ്റ് ഈസ് എല്ലാം പോസിറ്റീവ് ഇൻറ്റൻഷൻസ് തന്നെയാണ് അവിടെ കാണുന്നത്. ലാസ്റ്റിൽ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ പറയാം. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ്? 10 of Cups, Ace of Wands, 6 of Cups, King of Cups, Strength, ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് അവിടെ. 7 of Pentacles. ഇവിടെ വീണ്ടും അവർ ചിന്തിക്കുന്നത് 10 of Cups, ആ ഫാമിലിയുടെ പ്രസൻസ് വീണ്ടും അവിടെ കാണുന്നു. അപ്പോൾ ഒന്നുകിൽ നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. എന്ത് തന്നെ ആയാലും കാര്യങ്ങൾ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് എന്നവർ കരുതുന്നു. സ്ട്രെങ്ത്തിൻ്റെ കാർഡ് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ചിലർ അവരുടെ സ്നേഹം പുറത്ത് പറഞ്ഞാണെങ്കിൽ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ ആ 4 of Pentaclesന്റെ എനർജി ആൻഡ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഒരുമിച്ച് വരുമ്പോൾ അമിതമായ സ്നേഹം ഉണ്ടായിട്ട് പോലും അത് അവരുടെ മുഖത്തോ ഫീലിങ്സിലോ എക്സ്പ്രസ് ആവുന്നുണ്ടാവില്ല. കാരണം അവർ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് മുഖത്തേക്കൊന്നും കൊണ്ടുവരാത്ത ഒരു സിറ്റുവേഷൻ. കാരണം അവിടെ തേർഡ് പാർട്ടി വളരെ പ്രബലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഏസ് ഓഫ് വാൻസ് വെച്ച് തീർച്ചയായും ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങളുടെ പേഴ്സൺ റെഡിയാണ് എന്നും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. 6 of Cups വെച്ച് ലോങ് ടേം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം, ഒരുപാട് കാലം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ പറ്റിച്ചിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇവർ മനസ്സോടെ സോറി പറയാറുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് 1000 വട്ടം അവർ സോറി പറയുന്നുണ്ടാവും കേട്ടോ. പേജ് ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം, സംസാരിക്കണം, കാര്യങ്ങൾ പങ്കുവെക്കണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്പീഡായിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നു എന്നും കാണുന്നുണ്ട്. അതായത് ഇവരൊരു മിസ്റ്ററി പേഴ്സൺ ആയിട്ട് ഇരിക്കുകയാണ്, അവരുടെ ഫീലിങ്സ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഒരു സ്പീഡി ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്. ഒരിക്കലും പിരിഞ്ഞു പോകണമെന്നോ പറ്റിച്ചിട്ട് പോകണമെന്നോ ഒന്നുമുള്ള ആഗ്രഹത്തിലല്ല അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു. പരസ്പര സ്നേഹമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള അവിടെ അത് ഒന്ന് ബാലൻസ് ചെയ്ത് മാത്രമേ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. അന്യായമായിട്ട് ആരെയും വേദനിപ്പിക്കരുത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ മനസ്സിൻ്റെ നന്മ കാരണം കൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകാമെന്ന് അവർ ചിന്തിക്കുന്നു കേട്ടോ. അവിടെ ഒരിക്കലും ഒരു ബാഡ് ഇൻറ്റൻഷൻ എനിക്ക് നിങ്ങൾക്കായിട്ട് അവിടെ കിട്ടിയില്ല. ഓക്കെ, നല്ല ഇൻറ്റൻഷനിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ ഇൻറ്റൻഷൻസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്താലേ നമ്മുടെ വീഡിയോക്ക് ഇത്തിരി റീച്ച് കിട്ടത്തുള്ളേ. ദയവായിട്ട് ഹൈപ്പ് ഒന്ന് ചെയ്ത് തരാം കേട്ടോ. വേറെ എന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.